ഇന്നത്തെ ഓർഡർ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിരുന്നു കേട്ടോ. വളരെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, എന്നെ വളരെ നന്നായിട്ട് അറിയുന്ന 4 വർഷമായിട്ട് ഞങ്ങൾ കണ്ടുപരിചയമുള്ള എൻ്റെ കൂടെ ഓഫീസിലുള്ള ഒരു ആളാണ് എന്നെ ഈ ഓർഡർ ഏൽപ്പിച്ചത് കേട്ടോ. എപ്പോഴും അറിയുന്ന ആൾക്കാർ എന്നെ ഓർഡർ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് ഏറ്റവും അറിയുന്ന ഡിസൈൻ ആണെങ്കിൽ പോലും, എത്ര ചെയ്തേക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് കുറച്ച് ടെൻഷനുള്ള കാര്യമാണ്. കാരണം മറ്റ് കസ്റ്റമേഴ്സിന്, ക്ലയൻസിന് ചെയ്ത് കൊടുക്കുന്ന പോലെയല്ല. നമുക്ക് അറിയുന്ന ഒരാൾ നമുക്കൊരു ഓർഡർ തരുമ്പോൾ അത് എത്രമാത്രം നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ നോക്കുന്നു, എത്രമാത്രം അതിനെ ഭംഗിയാക്കാൻ നോക്കുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ എത്ര അറിയുന്ന കാര്യമാണെങ്കിലും ചിലപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നും, അയ്യോ ഇത് ഭംഗിയായില്ല, ഇത് കുറച്ചുകൂടി ഭംഗിയാവായിരുന്നു എന്ന് എനിക്ക് തോന്നും കേട്ടോ. അങ്ങനെയാണ് ഈ ഓർഡറും തുടങ്ങിയത് തന്നെ. ഈ ഓർഡറിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ചെയ്യാത്തൊരു ഡിസൈനും കൂടിയാണ്. അതായത് ഞാൻ ഈ ബോബോ ബലൂണിൻ്റെ ഡിസൈൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ ഉള്ളിൽ ബലൂൺസ് ഫില്ല് ചെയ്ത് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ സ്റ്റഫ്ഡ് ആനിമൽസിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഉള്ളിൽ ടോയ്സൊക്കെ ഫില്ല് ചെയ്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതും 1-2 പ്രാവശ്യമൊക്കെ ജസ്റ്റ് ഒരു പ്രാക്ടീസിന് വേണ്ടി ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് പെയ്ഡായിട്ട് ഞാൻ ഒരു റിയൽ ക്ലയൻറ്റിന് ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് തന്നെ കുറച്ച് ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു. ഈ ബലൂൺ പോക്കറ്റ് എന്ന് പറയുന്നത് ആളുടെ ഗ്രാൻഡ് സണ്ണിന് വേണ്ടിയിട്ട് 16th ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കളർ കോമ്പിനേഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് ആൾക്ക് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഏത് കളേഴ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസൈൻസ്, അങ്ങനെയൊന്നും വലിയ ഐഡിയാസ് ഉണ്ടായിരുന്നില്ല. സോ എന്നോട് സജഷൻസ് ചോദിച്ചു. ഞാൻ സജഷൻസ് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഐഡിയാസൊക്കെ ഞാൻ നെറ്റിൽ ഫോട്ടോസ് ഞാൻ കാണിച്ചു കൊടുത്തു. കാരണം എൻ്റെ ചെയ്ത വർക്കുകൾ എന്ന് പറയുന്നത് ഒരുപാട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് പിങ്ക് ആൻഡ് ഗോൾഡ് കളർ കോമ്പിനേഷൻ ആയിരുന്നു. കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ ആദ്യമേ ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബ്ലൂ ആൻഡ് സിൽവറിൻ്റെ കാണിച്ചു കൊടുത്തൊരു ഡിസൈൻ ആയിരുന്നു. പക്ഷേ അതിനകത്ത് ആക്ച്വലി 16th ആൻഡ് ആളുടെ പേരും വെച്ചിട്ടൊക്കെ കസ്റ്റമൈസ് ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ ആയിരുന്നു. സോ കസ്റ്റമൈസേഷൻ വിനയില എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ജനറലായിട്ട് ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കേഴ്സ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ 16 ആൻഡ് ആളുടെ പേരും വെച്ച് എഴുതാനുള്ള കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഡിൻസിക്ക് എങ്ങനെയായാലും ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്താൽ മതി, വളരെ ബിഗ്ഗായിട്ട് ഉണ്ടാക്കുകയും വേണ്ട, ഒരുപാട് ചെറുതാവുകയും വേണ്ട, ഒരു ആവറേജ് സൈസ് മീഡിയം ഞങ്ങൾക്ക് കയ്യിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ ഒടിച്ച ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കർ എന്ന് പറയുന്നത്. ജസ്റ്റ് ജനറലായിട്ട് ഹാപ്പി ബർത്ത്ഡേ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ കസ്റ്റമൈസേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ചെയ്ത് ലാസ്റ്റാണ് സ്റ്റിക്കർ ഒട്ടിച്ചത്. സ്റ്റിക്കർ ഒട്ടിച്ച സമയത്ത് ഒരു നിമിഷം ഞാൻ വിചാരിച്ചു ഇതുവരെ ചെയ്ത എല്ലാ പണികളും ഒറ്റയടിക്ക് പാളിപ്പോയി ഈ സ്റ്റിക്കർ കാരണം ഞാനത് ചതിച്ചു എന്ന് തന്നെ വിചാരിച്ച്. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ എല്ലാം ഭംഗിയായിട്ട് എനിക്ക് കിട്ടി, മാനേജ് ചെയ്യാനും പറ്റി. രണ്ടും ഒന്നിച്ച് എനിക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും എല്ലാം ഒട്ടിച്ച് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ സെപ്പറേറ്റ് ഞാൻ ഇതിന് വേണ്ടി ഒരു മെറ്റീരിയൽസും എക്സ്ട്രാ ഞാൻ മേടിച്ചിട്ടില്ല. എല്ലാം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിരുന്ന മെറ്റീരിയൽസ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചാർജ് ചെയ്തിട്ടുമില്ല. ഇതെൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് തന്നെ ഞാനും കൊടുത്തത്. എനിക്കൊരു പ്രാക്ടീസും എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ പ്രൊമോഷനും അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഇതാണ് ഏകദേശം നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലയൻറ്റ് സ്റ്റോറി ചെയ്യാൻ വരുന്നവരെ എല്ലാവർക്കും ബൈ.